എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ചാമ്പ്യൻസ് ലീഗ് അവസാനിച്ചിരിക്കുന്നു. ഫൈനലിൽ ഡിഫൻഡിംഗ് ചാമ്പ്യന്മാരായ PSG പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരായ ആർസനലിനോട് ഏറ്റുമുട്ടി. തുടർച്ചയായ രണ്ടാം വട്ടം PSG കപ്പെടുത്തു. ആവേശപൂർണ്ണമായ ഫൈനലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൈനലിൻ്റെ ചേരുവകൾക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും അതിലുണ്ടായിരുന്നു. പക്ഷേ റെഡ് കാർഡ് ഒഴിച്ചു. സാധാരണ റെഡ് കാർഡും കൂടിയും വന്നാലൊന്ന് കൊടുക്കുക, പക്ഷേ റെഡ് കാർഡ് ഉണ്ടായില്ല. പക്ഷേ റെഡ് കാർഡ് ഉണ്ടാവേണ്ടതായിരുന്നു, വക്കോളം എത്തി, പക്ഷേ റെഡ് കാർഡ് കിട്ടിയില്ല. എന്നിരുന്നാൽ പോലും ഒരു ഫൈനലിനെ, അതായത് ചാമ്പ്യൻസ് ലീഗ് പോലുള്ള ഫൈനല് വെച്ച് നോക്കുമ്പോൾ വളരെ അനുയോജ്യമായ ഒരു മത്സരമായിരുന്നു. അതിൻ്റെ എല്ലാ ചേരുവകളും ഉണ്ടായിരുന്നൊരു മത്സരം. കഴിഞ്ഞ പ്രാവശ്യത്തെ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ നോക്കുമ്പോൾ ഇന്റർ മിലാൻ വേഴ്സസ് PSG, പക്ഷേ അതിൻ്റെ ഏകപക്ഷീയമായ കളിയായിട്ട് എനിക്ക് തോന്നിയത് PSG ഏകപക്ഷീയമായിട്ടും ജയിച്ചു. പക്ഷേ ഈ മത്സരത്തിൽ ഇതൊരു ഏകപക്ഷീയമായിരുന്നില്ല. രണ്ട് കൂട്ടർക്കും ജയിക്കാവുന്ന, രണ്ട് കൂട്ടർ കപ്പെടുക്കാവുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതിൽ അവസാനം വരെ മാനസികമായി പിടിച്ചു നിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയില്ലേ, അവസാനം വരെ പിടിച്ചു നിന്ന് പെനാൽറ്റി ഷൂട്ടൗട്ട് വരെ എത്തി. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ അറിയാലോ, പെനാൽറ്റി ഷൂട്ടൗട്ടിൽ കളിക്കാരുടെ ഈ കിക്ക് എടുക്കാൻ പറ്റുന്ന കളിക്കാരുടെ ഒരു മെൻ്റൽ സ്റ്റാറ്റസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലും കൂടി PSG ഒരു പടി കൂടി കടന്ന് വിജയിച്ച് കയറി. PSG-ക്ക് അഭിനന്ദനങ്ങൾ. തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ ചാമ്പ്യൻസ് ലീഗ് കിരീടമാണ് നേടുന്നത്. ഇതിന് മുമ്പ് നേടിയിട്ടുള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടായിരുന്ന റയൽ മാഡ്രിഡാണ്. എനിക്ക് തോന്നുന്നു 2016-17 ആ സീസണിൽ, 16, 17, 18, 19 അങ്ങനെ സീസണിൽ, 15, 16, 17, 17 ആ സീസണിലൊക്കെയാണ് റയൽ മാഡ്രിഡാണ് ഇതിന് മുമ്പായിട്ട് തുടർച്ചയായിട്ട് 2 കിരീടങ്ങൾ നേടിയിട്ടുള്ളത്. ഇതിപ്പോൾ റയൽ മാഡ്രിഡിനൊപ്പം എത്താൻ PSG-ക്ക് സാധിച്ചു. കളിയിലേക്ക് വരികയാണെങ്കിൽ രണ്ടുകൊണ്ട് ഇഞ്ചോടിഞ്ഞ പോരാട്ടം. പക്ഷേ ഇഞ്ചോടിഞ്ഞ പോരാട്ടമാണെങ്കിലും ആദ്യം ഞെട്ടിയത് ആഴ്സണലാണ്. അതും 5ാമത്തെ മിനിറ്റിൽ, ഇൻസൈഡ് 6 മിനിറ്റ്, 5ാമത്തെ മിനിറ്റിൽ ഹവേർട്സ് PSG അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച് ഗോളടിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു തീർന്നു. സാധാരണ ആഴ്സണൽ ഒരു ഗോൾ ആദ്യം അടിക്കുമ്പോൾ പിന്നെ അവർ തോക്കാറില്ല. കാരണം പിന്നെ അവർ മാക്സിമം ബസ് പാർക്കിങ്ങോ വാട്ടവർ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആ ലീഡ് മാക്സിമം പിടിച്ച് നിർത്തി അവസാനം 1-0 ജയിക്കുക എന്നുള്ളൊരു ശീലം അവർക്കുണ്ടായിരുന്നു. അതെന്നെ കണ്ടത് 5ാം മിനിറ്റിൽ ഗോൾ അടിച്ചിട്ട് പിന്നെ മാക്സിമം PSG-ക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റുന്നില്ല. ഡിഫൻസ് സ്ട്രോങ് ആയിരുന്നു. പക്ഷെ ഒരു കാര്യം എടുത്ത് പറയണം, നമ്മുടെ ഈ ആഴ്സണലിൻ്റെ ഡിഫൻഡറായിട്ടുള്ള ഗബ്രിയേൽ, സെൻട്രൽ ബാക്കിൽ ഒരാളാണ് ഗബ്രിയേൽ. അതുപോലെ തന്നെ മാർക്കിനോസ് നമ്മുടെ PSG സെൻട്രൽ ബാക്ക്. ഇവർ കഠിനമായി പരിശ്രമിച്ചിട്ടുണ്ട്. കിഡിലും പെർഫോമൻസ് ആയിരുന്നു രണ്ടുപേരുടെ ഭാഗത്തുണ്ടായത്. ഗബ്രിയലിൻ്റെ പെനാൽറ്റി ഷൂട്ടൗട്ടിലെ പെനാൽറ്റി മിസ്സായത് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗബ്രിയൽ കിഡിലും പെർഫോമൻസ്, ബ്ലോക്കിങ്ങും ഒക്കെ, ആ ടാക്കിളും ബ്ലോക്കിങ്ങും ഒക്കെ രണ്ടുപേരും മാർക്കിനോസിൻ്റെയും ഗബ്രിയലിൻ്റെ കിഡിലിനായിരുന്നു. ഇത് കാണുമ്പോൾ അടുത്ത മാസം തുടങ്ങുന്ന വേൾഡ് കപ്പിൽ ബ്രസീലിലെ 2 കളിക്കാരാണ് മാർക്കിനോസും ഗബ്രിയൽ. അപ്പോൾ ഒരു പുളകിതനായി ഞാൻ. എനിവേ, കളിയിലേക്ക് വരുമ്പോൾ 5ാം മിനിറ്റിൽ ഹാവേർട്സും നമ്മുടെ ആഴ്സണലും PSG ഞെട്ടിച്ച് കളഞ്ഞു. എന്നാൽ അവർ പ്രതീക്ഷ കൈവിടാതെ ഹാഫ് ടൈമിൽ 1-0 PSG കളം വിട്ടെങ്കിലും ഹാഫ് ടൈം കഴിഞ്ഞ് വന്നിട്ട് അവർ ആഴ്സണൽ കാണിച്ച ഏതാണ്ട് ഏറ്റവും ആദ്യത്തെ ഒരു മിസ്റ്റേക്ക്, അതുവരെ കാണിക്കാത്തൊരു മിസ്റ്റേക്ക് അവർ കാണിച്ചു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾ പോസ്റ്റിലേക്ക് ഇരച്ച് കയറിയ കവറസ്കാലിയനെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ച ജോജങ്ങയുടെ പേര് ഞാൻ പറഞ്ഞു. ആ ആഴ്സണൽ ഡിഫൻഡർക്ക് തെറ്റി. ആഴ്സണൽ ഡിഫൻഡർ മൊസ്കേരയ്ക്ക് തെറ്റി. മൊസ്കേര കവറസ്കാലിയനെ ഫൗൾ ചെയ്യുന്നു. റഫറി 1ഉം 2ഉം ചിന്തിക്കാതെ പെനാൽറ്റി ബോക്സിലേക്ക് വിരലിച്ചുകൊണ്ടുവന്നു. പിന്നെ അത് പെനാൽറ്റി ചെക്കാണോ എന്ന് നോക്കുന്നു. പിന്നെ അത് പെനാൽറ്റിയാണെന്ന് വിധിക്കുന്നു. ഈവൻ ഓൾറെഡി മൊസ്കേര സമയം കളയാൻ വേണ്ടിയിട്ട്, ഒരു ത്രോ എടുക്കുമ്പോൾ സമയം കളയാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അവിടെ ഡിലേ ചെയ്തു. അത് കണ്ട റഫറിക്ക് ആകെ ഇതായിട്ട് റഫറി ഓൾറെഡി യെല്ലോ കാർഡ് കാണിച്ചിരുന്നു. അതിൻ്റെ കൂടെ ഈ പെനാൽറ്റിയുടെ ആ ടാക്കിളും കൂടി നോക്കിയപ്പോൾ മാക്സിമം PSG-യുടെ കളിക്കാർ റഫറിയുടെ അടുത്ത് പോയിട്ട് പ്രഷർ ചെയ്യേണ്ടായിരുന്നു. ഒരു യെല്ലോ കാർഡ് കൊടുക്കുന്നു പറഞ്ഞിട്ട്. കാരണം യെല്ലോ കാർഡ് കിട്ടി കഴിഞ്ഞാൽ റെഡ് കാർഡിൻ്റെ ആൾ പുറത്താവും. പക്ഷേ റഫറി പെനാൽറ്റി എന്നുള്ളതിൽ മാത്രം ഉറച്ചു തന്നു, യെല്ലോ കാർഡ് കൊടുത്തില്ല. അതിന് മുമ്പ് കുറച്ച് നേരം മുമ്പാണോ ഫസ്റ്റ് ഹാഫിലാണ് ഫസ്റ്റ് ഹാഫിലെ സെക്കൻഡ് ഹാഫിൽ വാട്ടവർ നമ്മുടെ സാക്കയുടെ കൈ ഫസ്റ്റ് ഹാഫിൽ തന്നെ ശരി. ഫസ്റ്റ് ഹാഫിൽ സാക്കയുടെ ബോക്സിൽ വെച്ചിട്ട് നമ്മുടെ PSG എടുത്തൊരു കോർണർ നേരെ വന്നത് സാക്കയുടെ മുമ്പിലേക്കായിരുന്നു. സാക്ക അത് ഡിഫെൻഡ് ചെയ്ത് അടിച്ച് കളയാൻ ഉദ്ദേശിച്ചാണ്. പക്ഷേ അത് സാക്കയുടെ റൈറ്റ് ഹാൻഡിലും ലെഫ്റ്റ് ഹാൻഡിലും ടച്ച് ചെയ്തു എന്ന് ഏതാണ്ട് ഉറപ്പാണ്. പക്ഷേ റഫറി കണ്ടിരുന്നു തോന്നുന്നത്. പക്ഷേ റഫറി അത് പെനാൽറ്റി കൊടുത്തില്ല. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നടന്ന് അവസാനം
61-ാം മിനിറ്റിൽ കവൽസ്കാലിയനെ മോസ്കേര പെനാൽറ്റിയിൽ ബോക്സിൽ വീഴ്ത്തിയതിന് കിട്ടിയ പെനാൽറ്റി നമ്മുടെ ബാലൻഡോർ വിന്നർ ഉസ്മാൻ ഡെമ്പലെ ഗോളടിക്കുന്നു, ഗോളാക്കി മാറ്റുന്നു. അങ്ങനെ 1-1 സമനില. 1-1 സമനിലയിൽ കളി നിശ്ചിത സമയം 90 മിനിറ്റ് അവസാനിക്കുന്നു. 90 മിനിറ്റ് കഴിഞ്ഞ് കളി തുടങ്ങിയപ്പോൾ നമ്മുടെ ആഴ്സണലിൻ്റെ കളിക്കാരനെ ബോക്സിൽ വെച്ചിട്ട് ന്യൂനോ മെൻഡസ് ഒരു വീഴ്ത്തുന്നുണ്ട്. കളിക്കാരൻ്റെ പേര് ആഴ്സണലിൻ്റെ കളിക്കാരൻ മധുവേക്കേനെ ന്യൂനോ മെൻഡസ് വീഴ്ത്തുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു ചെറുതായിട്ടൊരു പെനാൽറ്റി കൊടുക്കേണ്ടതാണ് തോന്നുന്നു. കാരണം അത് ഷോൾഡറിനെ പിടിച്ചിട്ടൊരു വലിയ പോലെ എനിക്ക് തോന്നിയിട്ടാണ് അങ്ങനെ വീഴ്ത്തുന്നത്. പക്ഷേ റഫറി നോ പെനാൽറ്റി വിധിക്കുന്നു. അത് വാറ് പോലും ചെക്ക് ചെയ്യാൻ റഫറി തയ്യാറായില്ല. നേരെ നോ പെനാൽറ്റി വിധിക്കുന്നു. അങ്ങനെ കളി പുരോഗമിക്കുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കളി 90 മിനിറ്റ് തീർന്നേക്കാൻ മുമ്പ് നമ്മുടെ കവർസ്കലിയുടെ ഒരു മുന്നേറ്റം കവർസ്കല അടിച്ചു. അത് ഡിഫ്ലക്റ്റ് ചെയ്തു. ആഴ്സണൽ ഡിഫൻഡർ ഡിഫ്ലക്റ്റ് ചെയ്ത് പോസ്റ്റിൽ തട്ടി പുറത്തു പോയി. ഇല്ലെങ്കിൽ അത് ഉള്ളിൽ കയറുമെങ്കിൽ പിന്നെ എക്സ്ട്രാ ടൈം പെനാൽറ്റി ഒന്നും വേണ്ടവന്നില്ല. കവർസ്കലിയുടെ ഒരു ഷോട്ട് ബോക്സിലിടിച്ച് ഡിഫ്ലക്റ്റ് ചെയ്ത് ബോക്സിലിടിച്ച് പോകുന്നു. അവസാന 90 മിനിറ്റ് കളി തീരാൻ ബാക്കി നിൽക്കെ ബാർക്കോളൊക്കെ കിട്ടിയ അവസരം ബാർക്കോൾ അത് പുറത്തേക്ക് അടിച്ച് കളയും. എന്നിട്ടാണ് എക്സ്ട്രാ ടൈമിൽ മധുവെക്കനെ ന്യൂനോ മെൻഡസ് ബീറ്റ് ചെയ്ത്, പക്ഷേ പെനാൽറ്റി കൊടുത്തില്ല നമ്മുടെ റഫറി. അങ്ങനെ നിശ്ചിത സമയം അധിക സമയം കഴിയുമ്പോൾ 1-1 സമനിലയിൽ കഴിയുന്നു. പിന്നെ റഫറിമാരുടെ ഇതാണ്. അതിൽ ആഴ്സണലിന് വേണ്ടി കിക്ക് എടുത്തപ്പോൾ PSG ആദ്യം പറയാം. PSG-യുടെ 5 കിക്കിൽ ഒരെണ്ണം പിഴച്ചു. ന്യൂനോ മെൻഡസിനെ പിഴച്ചു. ന്യൂനോ മെൻഡസിൻ്റെ ഷോട്ട് റണ്ണപ്പ് നേരെ അടിച്ചത് നേരെ ഡേവിഡ് റായ തടുത്തിട്ടു. തിരിച്ച് ആഴ്സണലിൻ്റെ വേണ്ടി 5 എണ്ണത്തിൽ എസ്സയുടെ കിക്ക് പുറത്തേക്ക് അടിച്ചു. പിന്നെ ഗബ്രിയേലിൻ്റെ കിക്ക് നേരെ മേലോട്ട് പോയി. അങ്ങനെ ഗബ്രിയേലും പെനാൽറ്റി മിസ് പാഴാക്കി. പ്രത്യേകിച്ച് ഗബ്രിയേലിൻ്റെ പെനാൽറ്റി മിസ് പാഴാക്കിയത് എന്തായാലും ഒരു ഹോണ്ടിങ് തന്നെ ആയിരിക്കും. അവരെ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു ചാമ്പ്യൻസ് ലീഗ് കൂടി ആഴ്സണൽ, പക്ഷെ നടന്നില്ല. എസ്എയും നമ്മുടെ ഗബ്രിയേലും പാഴാക്കി. അങ്ങനെ 4-3 അഗ്രിഗേറ്റോട് കൂടി 4-3 സ്കോറോട് കൂടി PSG തുടർച്ചയായ രണ്ടാമത്തെ വട്ടം ചാമ്പ്യൻസ് ലീഗ് കിരീടം പൊക്കി. മാർക്കിനോസാണ് നമ്മുടെ ക്യാപ്റ്റൻ. മാർക്കിനോസ് അവസാനം കിരീടം അങ്ങനെ പൊക്കി. അപ്പോൾ ചാമ്പ്യൻസ് ലീഗും കഴിഞ്ഞു. പക്ഷേ യൂറോപ്പിലെ 3 പ്രധാനപ്പെട്ട കോമ്പറ്റീഷനാണ് ചാമ്പ്യൻസ് ലീഗ്, യൂറോപ്പ, കോൺഫറൻസ്. ഈ യൂറോപ്പ എടുത്തത് പ്രീമിയർ ലീഗ് ടീമാണ്. ക്രിസ്റ്റൽ പാലസ് എടുത്തത്. കോൺഫറൻസ് എടുത്തത് പാലസാണ്, ക്രിസ്റ്റൽ പാലസ്. യൂറോപ്പ എടുത്തത് ആസ്റ്റൺ വില്ലയാണ്. രണ്ടും പ്രീമിയർ ലീഗ് ടീമുകളായിരുന്നു. ചാമ്പ്യൻസ് ലീഗിന് പ്രീമിയർ ലീഗിന് ടീമിന് എടുക്കാൻ ചാൻസ് ഉണ്ടായിരുന്നു ആഴ്സണൽ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ആഴ്സണൽ പുറത്തായി. PSG തുടർച്ചയായ രണ്ടാമത്തെ കപ്പ് നേടി. എൻട്രിക്കെ നമ്മുടെ PSG-യുടെ പരിശീലകൻ രക്ഷയില്ല. തുടർച്ചയായ രണ്ടാമത്തെ കപ്പ് വിജയത്തിലേക്കും അവരെ മുന്നോട്ട് നയിക്കാൻ എൻട്രിക്കയ്ക്ക് പറ്റി. നമ്മുടെ ആർട്ടേറ്റ നല്ലൊരു മികച്ച ഒരു കോച്ചാണ് ആർട്ടേറ്റ. അവരെ ഈ പ്രീമിയർ ലീഗ് കപ്പിലേക്ക് നടത്താൻ പറ്റി, ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലേക്ക് നടത്താൻ പറ്റി. ജസ്റ്റ് മിസ്സിനെയാണ് കപ്പ് മിസ്സായത്. എനിവേ തീർച്ചയായിട്ടും ആഴ്സണൽ എനിക്ക് ഇഷ്ടമില്ലാത്തായിരുന്നു. സത്യം പറഞ്ഞാൽ ആഴ്സണൽ എനിക്ക് ഇഷ്ടമില്ലാത്തായിരുന്നു. അവർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സപ്പോർട്ടാണ്. ഞാൻ ആഴ്സണൽ ഇഷ്ടമില്ലാത്തായിരുന്നു. പക്ഷേ ഈ കളിയൊക്കെ എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് ആഴ്സണലോട് ഒന്നും കൂടി ഒരു ബഹുമാനം തോന്നി. എന്തായാലും ആർട്ടേറ്റയും ആഴ്സണലും അടുത്ത സീസണിൽ തീർച്ചയായിട്ടും പൂർവാധികം ശക്തിയോടെ തന്നെ